ഹായ് CA സ്റ്റുഡൻസ്, ഫൗണ്ടേഷൻ എക്സാം ഡേ തൊട്ടടുത്തെത്തി. എനിക്കറിയാം നിങ്ങൾ ടെൻസ്ഡ് ആണെന്നുള്ളത്. പേടിക്കണ്ട, അക്കൗണ്ട്സ് പേപ്പർ 2 ദിവസത്തിൽ എങ്ങനെ റിവൈസ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ചിന്തിച്ച് കളയാൻ നമുക്ക് സമയമില്ല. നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കാം. ലെറ്റ്സ് എക്സിക്യൂട്ട് ദാറ്റ്. Day 1, നിങ്ങൾ പഠിക്കേണ്ടത് യു സ്റ്റാർട്ട് വിത്ത് യുവർ ജേർണൽസ്, ലെഡ്ജേഴ്സ് ആൻഡ് ദെൻ മൂവ് ഓൺ ടു ഇൻവെന്ററി, ഡിപ്രിസിയേഷൻ. അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ഫൈനൽ അക്കൗണ്ട്സ് തീർക്കുക. അതിനുശേഷം കമ്പനി അക്കൗണ്ട്സ് തീർക്കുക. ദെൻ ബാലൻസ് ഉള്ള സമയത്ത് മാത്രം ഒരു ഹാഫ് ഓഫ് പാർട്ണർഷിപ്പ് പഠിക്കാൻ പറ്റുന്നത്രേ മാത്രം നോക്കുക. ദാറ്റ് ഈസ് യുവർ പ്ലാൻ ഫോർ Day 1. Day 2, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് വെച്ചിട്ടാണ്. അതിനുശേഷം നേരെ പോകേണ്ടത് ബാങ്ക് റിക്കൺസിലേഷൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോകേണ്ടത് റെക്ടിഫിക്കേഷൻ ഓഫ് എൻട്രീസ്. അത് തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ബാലൻസ് ടൈം ഉണ്ടെങ്കിൽ പാർട്ണർഷിപ്പിന്റെ റിമൈനിങ് ഹാഫ് തീർക്കുക. ഇത്രയും നിങ്ങൾ ഫിനിഷ് ചെയ്താൽ തന്നെ ഓൾമോസ്റ്റ് 90% ഓഫ് ദ സിലബസ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ മേജറായിട്ട് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റക്ക് ആവാൻ പോകാന്നുള്ള, അതായത് നെഗറ്റീവ് തോട്ട്സ് നമുക്ക് വരാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അങ്ങനെ സ്റ്റക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഒരു മാരത്തോൺ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക. അത് കണ്ട് പോർഷൻസ് അങ്ങനെ നീക്കിക്കൊണ്ടേയിരിക്കുക. നൗ പേപ്പർ ഇസ് ഫോർ 100 മാർക്സ്. നമുക്ക് ഒരിക്കലും 100 വേണ്ട. വീൽ എയിം ഫോർ 80 to 85. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാർട്ണർഷിപ്പ് പോലത്തെ ക്വസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ, പാർട്ണർഷിപ്പ് NPA പോലത്തെ ക്വസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ഡോണ്ട് വെറി, അതിപ്പോൾ ലാസ്റ്റത്തേക്ക് മാത്രമേ വെക്കാവുള്ളൂ. ആദ്യമേ കയറി എഴുതരുത്. എല്ലാ ക്വസ്റ്റനും ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയം നമുക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഇനിയിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് കോൺസെപ്റ്റ്സ് എത്രയും പെട്ടെന്ന് റിവൈസ് ചെയ്യുക. അതിനുശേഷം സെലക്ട് ചെയ്ത ക്വസ്റ്റൻസ് മാത്രം പ്രാക്ടീസ് ചെയ്യുക. ഇനി ഇതെല്ലാം തീർന്നില്ല എന്നൊത്ത് ടെൻഷൻ അടിക്കേണ്ട. പറ്റുന്ന അത്രയും ചെയ്തിട്ട് മാക്സിമം ഉറക്കം കിട്ടാൻ നോക്കുക. ഒരു മിനിമം 5 to 6 hours ഓഫ് സ്ലീപ്പ് ഇസ് ആക്ച്വലി നീഡഡ് സോ ദാറ്റ് യുവർ ബ്രെയിൻ വിൽ ബി ഫ്രഷ് ഫോർ ദ നെക്സ്റ്റ് ഡേ. ഇനി എക്സാം ഡേ നിങ്ങൾ എണ്ണീറ്റതിന് ശേഷം ആദ്യമേ ചെയ്യേണ്ടത് തിയറിറ്റിക്കൽ ഫ്രെയിം വർക്ക്, അതങ്ങ് തീർക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സിലബസിന്റെ കവറേജ് നിങ്ങളിവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സമയത്തിന് ഫുഡ് കഴിക്കുക, ബാക്കി ടെൻഷനൊക്കെ വരുന്ന അവോയ്ഡ് ചെയ്യുക, ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കുക. കാരണം നൗ ടൈം ഇസ് അപ്പ്. ഇനി നിങ്ങൾ പഠിച്ചത് പോയി എക്സിക്യൂട്ട് ചെയ്യാനേ നമുക്ക് സമയമുള്ളൂ. സോ ജസ്റ്റ് ഫോക്കസ് ഓൺ ദാറ്റ് ആൻഡ് റിമെമ്പർ, ഇഫ് യു ബാഡ്ലി വാണ്ട് സംതിങ് ഇൻ ലൈഫ്, ഫൈറ്റ് ഹാർഡ് ടിൽ യു ഗെറ്റ് ഇറ്റ്. ഗുഡ് ലക്ക്.